നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ നിങ്ങളെ യാത്ര അയക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ ഒക്കെ വരുന്നത് നിങ്ങളൊന്ന് വെറുതെ സങ്കല്പിച്ച് നോക്കുക. നിങ്ങളുടെ അത്രയും പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ, എന്നിട്ട് അവസാന വേളയിൽ അയാൾ നിങ്ങളോട് പറയുന്നത്, നീ തിരിച്ചു വരുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കില്ല, എൻ്റെ ഖബറായിരിക്കും നീ കാണുക എന്നതുകൂടെ ഒന്ന് വെറുതെ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ അത്രയും പ്രിയപ്പെട്ടൊരു മനുഷ്യൻ, എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ അത്രയും പ്രിയപ്പെട്ട സന്തത സഹചാരിയായിരുന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെയും കഥയാണിന്ന്. യമനിലേക്ക് മുആദ് തങ്ങളെ പറഞ്ഞയക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ അതിർത്തി വരെ നടന്നു ചെല്ലുന്നുണ്ട്. മുആദ് തങ്ങളെ യാത്ര അയക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മദീനയുടെ അതിർത്തി എത്തിയപ്പോൾ മുആദ് തങ്ങളോട് പ്രവാചകൻ പറയുന്നത്, നീ ഇനി യമനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഖബറിലേക്കും ഞങ്ങളുടെ പള്ളിയിലേക്കൊക്കെ ആയിരിക്കും നീ വരിക, എന്നെ നീ അപ്പോൾ അവിടെ കാണില്ല. അതുകൊണ്ട് യമനിലുള്ള ആളുകൾക്ക് മനോഹരമായ ഇസ്ലാം നീ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മുആദ് തങ്ങളെ പറഞ്ഞയക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്ന് കേവലം പറയാൻ പോലും ഒരു അസുഖം പോലും ഇല്ലാതെ വളരെ ആരോഗ്യവാനായിട്ട് ജീവിക്കുന്ന കാലമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗം സങ്കല്പിക്കാൻ പോലുമാകാത്ത വിധം അത്രമേൽ അവിടുത്തെ പ്രിയപ്പെട്ട അനുചരർ പ്രവാചകനെ സ്നേഹിക്കുകയും പരിചരിക്കുകയൊക്കെ ചെയ്യുന്ന കാലം. ആ സമയത്താണ് മുആദ് തങ്ങളോട് പ്രവാചകൻ പറയുന്നത്, മുആദ്, ഇനി നീ തിരിച്ചു വരുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് ചരിത്രം പറയുന്നുണ്ട്. അത്രയും ദൂരം യമനിലേക്ക് എത്തുവോളം മുആദ് റളിയല്ലാഹു അൻഹു കരയുകയായിരുന്നു. ആ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടാൻ വേണ്ടി പ്രവാചകൻ്റെ അവസാന നാളിൽ അവിടുത്തെ കൂടെ ഉണ്ടാവില്ലല്ലോ എന്ന വ്യതയാലോചിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട സയ്യിദുൽ ഉലമ, പണ്ഡിതന്മാരുടെ നേതാവെന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച മുആദ് തങ്ങളുടെയും മനോഹരമായ കഥ. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പ്രബോധന ദൗത്യവുമായിട്ട് പറഞ്ഞയക്കുന്ന വേളയിൽ മുആദ് ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രായം വെറും 12 വയസ്സാണ്, ചെറിയ കുട്ടി. പക്ഷേ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അധ്യാപനങ്ങളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയാദർശങ്ങളും ഖുർആനിക സൂക്തങ്ങളൊക്കെ അന്നേ ആ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. ആദ്യകാലത്തെ പിതാവിന് നഷ്ടപ്പെട്ട ഉമ്മ പിന്നീട് രണ്ടാം അഖബ ഉടമ്പടിയിൽ പ്രവാചകന്റെ അടുത്തേക്ക് വരുന്ന 2 സ്ത്രീകളിൽ ഒരാളായിരുന്നുവെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാനാകും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരനായിട്ട് അത്രയും ചെറിയ പ്രായത്തിൽ, വളരെ കുറഞ്ഞ കാലം മാത്രമേ മുആദ് തങ്ങൾ ജീവിക്കുന്നുള്ളൂ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അഖബ ഉടമ്പടിയുമായിട്ട് മുആദ് തങ്ങൾ വരുന്നുണ്ട്. ശേഷം തിരിച്ചു പോകുന്ന വേളയിൽ മുആദ് തങ്ങൾക്കുണ്ടായിരുന്ന ഡ്യൂട്ടി മദീനയിലുണ്ടായിരുന്ന യുവാക്കളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതായിരുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ തന്നെ മദീനയിലെ ഇസ്ലാമിക പ്രചരണത്തിന് ഏറ്റവും മുന്നിൽ നിന്ന വ്യക്തിയായിരുന്നു അത്ര ചെറിയ പ്രായക്കാരനായിരുന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അവിടുത്തെ ജീവിതകഥ വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനെ വായിക്കാനും വായനകൾക്കിടയിലൂടെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനൊക്കെ മുആദ് തങ്ങളുടെ ജീവിതം നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. മുആദ് റളിയല്ലാഹു അൻഹു ജൂതരുമായിട്ട് നിരന്തര സംവാദങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. മദീനയിലെ കാലത്ത് ജൂതരുടെ പ്രധാന കേന്ദ്രം പോലും ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നിരന്തരം തങ്ങളുടെ അടുത്തുള്ള ജൂതരുമായിട്ട് മുആദ് തങ്ങൾ ഇസ്ലാമിക വിഷയത്തിലൊക്കെ നിരന്തരം സംവാദങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളുമായിട്ട് ഇതുപോലെ പാണ്ഡിത്യവുമായി പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിൽ ജോലിയായ ഒരാളായിരുന്നു മുആദ് തങ്ങൾ. എല്ലാം അവസാനിച്ച് ഹിജ്റയുടെ വേളയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ സദാസമയവും പ്രവാചകന്റെ കൂടെ തന്നെയായിരുന്നു മുആദ് തങ്ങൾ ചെലവഴിച്ചിരുന്നത്. കാരണം ഓരോ നിമിഷവും പ്രവാചകൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ അറിവ് കിട്ടുകയാണെങ്കിൽ അത് സ്വീകരിക്കാൻ, അത് നെഞ്ചേറ്റാൻ, അത് പുതിയ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അതൊക്കെയായിരുന്നു അവിടുത്തെ പ്രിയപ്പെട്ട ഒരു ഹോബി എന്ന് തന്നെ. അതുകൊണ്ട് തന്നെ നിരന്തരം പ്രവാചകൻ്റെ കൂടെ ചെല്ലുന്നു. വഹി എഴുതാൻ വേണ്ടിയിട്ട് പ്രവാചകൻ ഏൽപ്പിക്കുന്നവരിൽ ഒരാൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മാത്രമല്ല പ്രവാചകൻ പറയുന്നുണ്ട്, അഅലമുന്നാസി ബിൽ ഹലാലി വൽ ഹറാം, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഹലാലിനെ പറ്റിയും ഹറാമിനെ പറ്റിയൊക്കെ അറിയുന്നത് മുആദ് തങ്ങൾക്കാണ് എന്ന്
അക്കാലത്ത് വളരെ പ്രായം കുറഞ്ഞ വെറും 20 താഴെ വയസ്സ് മാത്രം പ്രായമുള്ള മുആദ് തങ്ങളെ പറ്റിയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അക്കാലത്ത് പ്രവാചകന്റെ കൂടെ മക്കയിൽ നിന്ന് വന്ന അബൂബക്കർ തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹുവും വളരെ പ്രസിദ്ധരായ ഒരുപാട് സ്വഹാബികളൊക്കെ ഉണ്ടായിട്ട് കൂടിയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുൽ ഉലമ എന്ന പദവി ഈ മുആദ് തങ്ങൾക്ക് നൽകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. മാത്രമല്ല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാട്ടിൽ നിന്ന് എവിടേക്കെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ഫത്വ ചോദിക്കാൻ വേണ്ടി മുആദ് തങ്ങളെ മദീനയിൽ നിർത്തുമായിരുന്നു. മാത്രമല്ല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ യാത്ര ചെയ്യാനും ഒരുപാട് വേളയിൽ മുആദ് തങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഹദീസ് വായിച്ചു നോക്കുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മുആദ് തങ്ങളെ അതിൽ ഒരുപാട് ഹദീസുകൾ നബിയുടെ കൂടെ ഒട്ടകത്തിൻ്റെ പുറത്തിരിക്കുമ്പോഴോ കഴുതയുടെ പുറത്തിരിക്കുമ്പോഴോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാനാവും. ഒരു ഹദീസ് ഇങ്ങനെ വായിക്കാം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുആദ് തങ്ങളും കഴുതപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, മുആദ്, അള്ളാഹുവിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട അവിടുത്തെ അടിമകളുടെ ഡ്യൂട്ടി എന്താണ്? നമ്മൾക്ക് അള്ളാഹുവിൻ്റെ മേൽ ചെയ്തു തീർക്കാനുള്ള കടമകൾ, ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നിന്ന് അറിയെങ്കിൽ പോലും പ്രവാചകൻ്റെ ആ അക്ഷയ ഖനിയിൽ നിന്ന് കൂടുതൽ മൊഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മുആദ് പറയുന്നു, അല്ലാഹു റസൂലു അലം. ഉടനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒന്നുകൊണ്ടും അള്ളാഹുവിനെ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശിർക്ക് ചെയ്യാതിരിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് അടിമകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ ചെയ്യേണ്ട ഏറ്റവും ഉദാത്തമായ കാര്യം. പിന്നീട് തിരിച്ചും ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിമകൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആ സമയത്ത് മുആദ് തങ്ങൾ പറയുന്നു, അല്ലാഹു റസൂലു അലം. പ്രവാചകൻ അതും പഠിപ്പിച്ചു കൊടുക്കുന്നു, അവരെ ശിക്ഷിക്കാതിരിക്കലാണ് എന്ന്. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യാനും അവിടുത്തെ യാത്രയിൽ പങ്കുചേരാനും ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തരമായ ഇൽമിൻ്റെ അത്രയും വലിയ ആകാശങ്ങളിൽ നിന്ന് നമുക്കൊക്കെ പറഞ്ഞു തരാനും ഒക്കെ മുആദ് തങ്ങൾ സദാ ശ്രമിക്കുന്നതാണ് നമുക്ക് ആ ജീവിതത്തിൽ മുഴുവനും വായിച്ചെടുക്കാനാവുന്നത്. മറ്റൊരു വേളയിൽ പ്രവാചകൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മുആദ് തങ്ങൾ പറയുന്നുണ്ട്, നബിയെ, എന്നെ ഉപദേശിക്കൂ, എനിക്ക് കുറച്ച് ഉപദേശം തരൂ. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത്തഖില്ല ഇസ്മാക്കുണ്ട്, എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും മുആദ് തങ്ങൾ ചോദിക്കുന്നു, എന്നെ വീണ്ടും ഉപദേശിക്കൂ നബിയെ, എനിക്ക് വീണ്ടും ഉപദേശങ്ങൾ തരൂ നബിയെ. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നു, മുആദ്, ആളുകളുമായിട്ട് അത്രയും മനോഹരമായിട്ട് പെരുമാറുക, ഹുസ്നുൽ ഖുൽഖ്, അത്രയും മനോഹരമായിട്ട് ആളുകളോട് സഹവസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഇസ്ലാമിൻ്റെ 5 പില്ലേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അഥവാ ഷഹാദത്ത് കലിമയും നിസ്കാരവും നോമ്പും സക്കാത്തും, കഴിയുന്നവർക്ക് ഹജ്ജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും, അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്നുള്ള വലിയ അധ്യാപനങ്ങളൊക്കെ മുആദ് തങ്ങൾക്ക് സദാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ഇശാ നമസ്കാര വേളയിൽ സാധാരണ മുആദ് തങ്ങൾ ചെയ്യുന്ന ഒരു പതിവ് എന്താണെന്ന് വെച്ചാൽ മദീന പള്ളിയിലേക്ക് വരും, എന്നിട്ട് പ്രവാചകൻ്റെ കൂടെ ജമാഅത്തായിട്ട് നമസ്കരിക്കും, എന്നിട്ട് തൻ്റെ സമൂഹത്തിലേക്ക്, തൻ്റെ ഗോത്രത്തിലേക്ക് ചെല്ലും, അവിടെ ഇമാമായിട്ട് അവർക്ക് വീണ്ടും നിസ്കരിക്കും, റിപ്പീറ്റായിട്ട് വീണ്ടും അവിടെ നിസ്കരിക്കും. അങ്ങനെയാണ് മുആദ് തങ്ങളുടെ ഒരു പതിവ്. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ പ്രവാചകൻ്റെ അടുത്ത് നിന്ന് ജമാഅത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മുആദ് തങ്ങൾ തൻ്റെ ഗോത്രത്തിലേക്ക് ചെല്ലുന്നു. സാധാരണ അദ്ദേഹം ഇശാ നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുൽ ബഖറയും ആലിമ്രാനും ഒക്കെയാണ് രാത്രി നിസ്കാരത്തിൽ ഇശാ നമസ്കാരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പാരായണം ചെയ്തത്. ഒരു ദിവസം ഇതുപോലെ ഇങ്ങനെ വലിയ സൂറത്ത് ഓതിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന നമസ്കരിച്ചുകൊണ്ടിരുന്ന ഒരാൾ പകുതി വെച്ചിട്ട് നിസ്കാരം അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇത് പ്രവാചകൻ്റെ അടുത്തേക്ക് ഒരു പരാതിയായിട്ട് വന്നു. മുആദ് തങ്ങൾ വലിയ സൂറത്ത് ഓതുന്നു, ആളുകൾ നിസ്കാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണെന്നുള്ള പരാതിയൊക്കെ വന്നു. മുആദ് തങ്ങൾ പറയുന്നു, അയാൾ മുനാഫിക്കാണ്, ആ ഇറങ്ങിപ്പോയ ആൾ മുനാഫിക്കാണ്. കാരണം ഖുർആൻ ഓതുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാവുക എന്നതായിരുന്നു മുആദ് തങ്ങളുടെ വീക്ഷണം. അത്രമേൽ ഖുർആനുമായിട്ടും പ്രവാചകൻ്റെ ഹദീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നല്ലോ മുആദ് തങ്ങൾ. അതിമനോഹരമായിട്ട് ഖുർആൻ പാരായണം ചെയ്യാനുള്ള കഴിവും മുആദ് തങ്ങൾക്കുണ്ടായിരുന്നു. ഉടനെ പ്രവാചകൻ മുആദ് തങ്ങളെ വിളിപ്പിക്കുന്നുണ്ട്, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഫത്താനു യാ മുആദ്, നീ ഫിത്തിന ഉണ്ടാക്കുകയാണോ? ആളുകൾക്കിടയിൽ ഫിത്തിന ഉണ്ടാക്കുകയാണോ? വലിയ സൂറത്തൊക്കെ ഓതിയിട്ട് ചെറിയ സൂറത്തുകൾ മാത്രം ഇശാ നമസ്കാരത്തിൽ ഓതിയാൽ മതി. നീ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ എത്ര വലിയ സൂറത്തുകളോ നിങ്ങൾക്ക് പാരായണം ചെയ്യാം. പക്ഷേ നിങ്ങൾ ഇമാമായിട്ട്, ഒരു ഉമ്മത്തിന് നിങ്ങൾ ഇമാമായിട്ട് നിന്നിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ചെറിയ സൂറത്തുകൾ മാത്രം ഓതിയാൽ മതി എന്ന
മഹത്തരമായ അധ്യാപനങ്ങളൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ മുആദ് തങ്ങളിലൂടെയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, ആളുകൾ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് വീഴുന്നത് അവരുടെ ഒരു അവയവം കൊണ്ടാണ്. അത് നാവിനെ മുആദ് തങ്ങൾ പറയുന്ന വേളയാണത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഹദീസ്, അഥവാ നാവ് കൊണ്ടാണ് കൂടുതൽ ആളുകൾ നരകത്തിലേക്ക് വീഴുന്നത്, അതുകൊണ്ട് നിങ്ങൾ നാവിനെ സൂക്ഷിക്കുക എന്ന പ്രവാചകൻ്റെ ഹദീസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മുആദ് തങ്ങളാണ്. ഒരിക്കൽ പരസ്യമായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പബ്ലിക്കലി ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വന്ന ഒരു തെറ്റ് മുആദ് തങ്ങൾ തിരുത്തുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും പ്രമുഖരായ സ്വഹാബിമാരെയാണ് ഈ ഒരു ചെറിയ പ്രായക്കാരനായ 20 വയസ്സിൽ മാത്രം താഴെയുള്ള ഒരു കൗമാരപ്രായക്കാരൻ ഇത്രയും മുതിർന്ന സ്വഹാബിമാരെ തിരുത്തുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ അത് ദേഷ്യത്തോടെ എടുക്കുകയോ പ്രതികാരം ചെയ്യുകയോ ഒന്നുമല്ല, വളരെ സ്നേഹത്തോടെ ആ തെറ്റ് തിരുത്തുകയാണ് ചെയ്യുന്നത്. അത്രത്തോളം സ്വഹാബിമാരൊക്കെ ബഹുമാനിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന, ആദരവുകൾ അർപ്പിച്ചിരുന്ന ഒരു സ്വഹാബിയായിരുന്നു മുആദ് തങ്ങൾ. അവിടുത്തെ ജീവിതത്തിലെ മറ്റാർക്കുമില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത് അദ്ദേഹത്തെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് പ്രബോധന ദൗത്യവുമായിട്ട് പറഞ്ഞയച്ചു എന്നുള്ളതാണ്. അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടവും മനോഹരമായ സന്ദർഭവും മനോഹരമായ കഥാന്ത്യവും ഒക്കെ നടക്കുന്നത് ഈ ഒരു യമനിലേക്ക് പറഞ്ഞയക്കുന്ന വേളയിലും അവിടെ ചെന്നതിന് ശേഷവും ഒക്കെയാണ്. മുആദ് തങ്ങളെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് പറഞ്ഞയക്കുന്ന വളരെ വികാരാതീതമായ ആ ഹദീസ് ഇങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് തങ്ങളെയും അവിടുത്തെ ചരക്കൊക്കെ അവിടുത്തെ ഒട്ടകത്തിൻ്റെ പുറത്തേക്ക് കയറ്റി ഉയർത്തുന്നു. എന്നിട്ട് ആ ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ചുകൊണ്ട് മുആദ് തങ്ങളുടെ കൂടെ പ്രവാചകൻ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് ആദ്യമായിട്ട് പറയുന്നത്, യാ മുആദ് ഇന്നി ഉഹിബ്ബുക, എനിക്ക് മുആദേ നിങ്ങളുടെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ അതിയായിട്ട് ഞാൻ പ്രണയിക്കുന്നുണ്ട് എന്നാണ് ആദ്യമായിട്ട് പ്രവാചകൻ പറയുന്നത്. തിരിച്ചു മുആദ് തങ്ങൾ വളരെ അത്ഭുതത്തോടെ പറയുന്നു, ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, പ്രവാചകനെ അങ്ങേയും ഞാൻ പ്രിയം വെക്കുന്നു. അതിന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമായിട്ട് പറയുന്നത്, ഇങ്ങനെ മുആദ് തങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം പറയുന്നത്, നിങ്ങളെല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിനെ നിരന്തരമായിട്ട് സ്മരിക്കാനും അവിടെ ശുക്ർ ചെയ്യാനും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനൊക്കെ എന്നെ സഹായിക്കണേ എന്ന് അള്ളാഹുവിനോട് നിസ്കാര ശേഷം മുആദ് തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് മുആദ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുകയാണ്. ശേഷം ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. പുതിയൊരു നാട്ടിലേക്ക് ഒരാളെ പറഞ്ഞയക്കുകയാണ്. പ്രമുഖരായ ഒരുപാട് സ്വഹാബിമാർ ഇവിടെ ഉണ്ട്. അവരെ ഒന്നുമല്ല അത്രയും വലിയ പ്രവിശാലമായ ഇസ്ലാമിൻ്റെ കീഴിൽ ആദ്യമായിട്ട് കീഴിൽ വരുന്ന യമനിലേക്ക് പ്രവാചകൻ പറഞ്ഞയക്കുന്നത് ഈ വെറും 25 വയസ്സ് പ്രായമുള്ള മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹത്തിൻ്റെ അഗാധമായ പാണ്ഡിത്യവും കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള വളരെ വലിയ കഴിവുമായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ഖുർആനിൽ അത് പരതണം. ഖുർആനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ശേഷം അതിൽ കണ്ടില്ല എങ്കിൽ എൻ്റെ സുന്നത്തുകൾ നോക്കണം. ശേഷം ഇജ്തിഹാദുകളിലേക്ക് കടക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല പിന്നീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ക്രിസ്ത്യൻ സമൂഹം ജീവിച്ചിരുന്ന പ്രദേശമാണത്. നിങ്ങൾ ആദ്യമായിട്ട് അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ് ആദ്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. പിന്നീട് അത് സ്ഥിരമായി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് നിസ്കാരം പറഞ്ഞു കൊടുക്കണം. നിസ്കാരം ശരിയായി കഴിഞ്ഞാൽ പിന്നീട് സക്കാത്ത് പറഞ്ഞു കൊടുക്കണം. സമ്പന്നരായ ആളുകളിൽ നിന്ന് അതിദരിദ്രരായ ആളുകളിലേക്ക് സമ്പത്ത് എത്തണം. മുആദ്, നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആ ഒരിക്കലും നമ്മുടെ മേൽ അത് പതിക്കാൻ പാടില്ല. ആളുകൾ അത്രത്തോളം മനോഹരമായിട്ട് നിങ്ങൾ പെരുമാറണം, അവരത്രത്തോളം സ്നേഹത്തോടെ സ്വീകരിക്കണം. പിന്നീട് ജിസിയനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവരിൽ നിന്ന് ജിസിയ കളക്ട് ചെയ്യണം. അവർക്ക് തിരിച്ച് പ്രൊട്ടക്ഷനും സംരക്ഷണമൊക്കെ ഇസ്ലാമിക ഭരണകൂടം വഴി അവർക്ക് സ്ഥാപിച്ചു കൊടുക്കണം എന്നെല്ലാം ഉപദേശങ്ങളാണ് പിന്നീട് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നടന്ന് അപ്പോഴേക്കും അവർ മദീനയുടെ അതിർത്തി പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീടാണ് ആ വികാരാതീതമായ വാക്കുകൾ പറയുന്നത്, മുആദ്, ഇനി നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഖബറായിരിക്കും കാണുക. അത്രത്തോളം ആരോഗ്യവാനായിട്ട് പ്രവാചകൻ ഇരിക്കുന്ന വേളയാണത്. ആ സമയത്ത് പ്രവാചകൻ മുആദ് തങ്ങളോട് പറയുന്നത്, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഖബറും പള്ളിയും ഒക്കെ ആയിരിക്കും കാണുക. മുആദ് തങ്ങൾ അവിടെ സ്തബ്ധനായി നിന്നു പോവുകയാണ്, കരയുന്നു. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ്റെ വിയോഗവും വേർപിരിയലൊക്കെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നത്. ആ വേളയിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വിയോഗ വാർത്ത, ഇത് നമ്മുടെ അവസാന കൂടിക്കാഴ്ചയാണ് മുആദ്, ഇന്നി ഉഹിബ്ബുക യാ മുആദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും വികാരാതീതമായിട്ട്
മുആദ് തങ്ങളെ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര അയക്കുന്നത്. അത്രയും പറഞ്ഞിട്ട് പ്രവാചകൻ മദീനയുടെ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്നിലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ അള്ളാഹുവിനെ അത്രമേൽ സൂക്ഷിക്കുന്ന, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകളാണ് എന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത ആളുകൾ. അതുകൊണ്ട് തന്നെ തഖ്വയായിട്ട് ജീവിക്കുക എന്നുള്ള ഉപദേശവും മുആദ് തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്തൊക്കെയും മുആദ് തങ്ങൾക്ക് കരച്ചിലടക്കാനാവുന്നില്ല. മുആദ് തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് നിങ്ങൾ അത്യുത്തമമായ ആ ഇസ്ലാമിൻ്റെ ജീവിതമാണ് മുആദ് തങ്ങളെ കാണിച്ചു കൊടുക്കേണ്ടത്. പ്രബോധന ദൗത്യത്തിന് പറഞ്ഞയക്കുന്ന മുആദ് തങ്ങൾക്ക് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇസ്ലാം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം നമ്മൾ ആ ഇസ്ലാമിലായിട്ട് ഏറ്റവും മനോഹരമായിട്ട് ആ ഇസ്ലാമിൻ്റെ സ്വഭാവം നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മുആദ് തങ്ങൾക്ക് കരച്ചില പോയി മടക്കാനാവുന്നില്ല. പ്രവാചകൻ അത്രയും പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ചു വരുന്നുണ്ട്. അത്രയും ദൂരം വഴി ദൂരം മുആദ് തങ്ങൾ യമനിലെത്തോളം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗ വാർത്തയോർത്തിട്ട് കരയുകയായിരുന്നു. പ്രവാചകൻ ഈ പറഞ്ഞതോർത്തിട്ട് കരയുകയായിരുന്നു എന്നുള്ളതാണ് ഹദീസുകൾ നമ്മോട് പറയുന്നത്. കാലങ്ങൾ അങ്ങനെ ഒരുപാട് കഴിഞ്ഞുപോയി. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗ വാർത്തയും അദ്ദേഹത്തെ തേടി ചെല്ലുന്നുണ്ട്. അദ്ദേഹം വളരെ വ്യസനത്തോടെയാണ് പ്രവാചകൻ്റെ വഫാത്തിൽ സംബന്ധിക്കാൻ പറ്റാതെ വളരെ വേദനയോടെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. യമനിലെത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വിവാഹവും മറ്റ് കർമ്മങ്ങളൊക്കെ നടക്കുന്നതും. മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിന് 400 ദീനാർ ദാനമായിക്കൊണ്ട് സമ്മാനമായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തയക്കുന്നത്. വളരെ നിസ്വാർത്ഥമായ, വളരെ ദരിദ്രമായിട്ട് ജീവിക്കുന്ന സ്വഭാവമായിരുന്നു അവർക്ക്. 400 ദീനാർ കൊടുത്തയച്ചപ്പോൾ ആ നാട്ടിലുണ്ടായിരുന്ന പരിസര പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ഏൽപ്പിക്കുകയാണ്, ഇന്നാൽ ഇത്ര ദിർഹം അയാൾക്ക് കൊണ്ട് കൊടുക്കണം, ഇത്ര ദിർഹം ആ പാവപ്പെട്ട കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുകൊടുത്ത 400 ദീനാറും ഇന്നാലിന്ന ആളുകൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവനും സംഭാവന ചെയ്യുന്നു. ഭാര്യ തൊട്ട് പിറകെ നിൽക്കുന്നുണ്ട്. ഭാര്യ പറയുന്നു, നമ്മളും അവരെ പോലെ തന്നെ ദരിദ്രരാണ്, വീട്ടിലൊന്നും ബാക്കിയില്ല. അങ്ങനെ അവസാനം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് 2 ദീനാർ ബാക്കിയുണ്ടായിരുന്നു. ആ ദീനാർ എടുത്തിട്ട് ഭാര്യയ്ക്കും നൽകുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭൃത്യൻ തിരിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് തന്നെ എത്തുമ്പോൾ ഈ നടന്ന സംഭവങ്ങളൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് ആ സ്വഭാവത്തെയും ആ ദാനധർമ്മങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കുകയും പരിപോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഖലീഫയെയും ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഷാമിൽ പടർന്നു പിടിച്ചിരുന്ന പ്ലേഗ് രോഗം പിടിപെട്ടുകൊണ്ടാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അള്ളാഹുവിലേക്ക് വിടവാങ്ങുന്നത്. പ്ലേഗ് രോഗം പിടിപെട്ട് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഷഹീദിൻ്റെ കൂലിയുണ്ട് എന്ന പ്രവാചകൻ്റെ ഹദീസ് നമ്മളിലേക്ക് എത്തിക്കുന്നത് മുആദ് തങ്ങളാണ്. അവരുടെ വളരെ വേദനയോടെയുള്ള വിടവാങ്ങലായിരുന്നു. കാരണം 2 പെൺമക്കൾക്ക് ആദ്യം പ്ലേഗ് രോഗം പിടിപെടുന്നു. അവർ 2 പേരും അള്ളാഹുവിലേക്ക് യാത്രയാവുന്നു. ശേഷം തൻ്റെ 2 ആൺമക്കൾക്ക് രോഗം വരുന്നു, അവരും വിടവാങ്ങുന്നു. പിന്നീട് തൻ്റെ പ്രിയതമയായ ഭാര്യയ്ക്ക് പ്ലേഗ് രോഗം വരുന്നു. അങ്ങനെ തൻ്റെ കൺമുന്നിൽ പ്രിയപ്പെട്ട മനുഷ്യർ മുഴുവനും മരിച്ചു വീഴുന്നത് കണ്ടുകൊണ്ടാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മരണത്തിലേക്ക് കീഴ്പ്പെടുന്നത്. മുആദ് റളിയല്ലാഹു അൻഹു കാന ഉമ്മ, അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിശേഷിപ്പിക്കുന്നത് പോലെയാണ് പണ്ഡിതന്മാരും മുആദ് റളിയല്ലാഹു അൻഹുവിനെയും വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു, ഒരു നാഷനായിരുന്നു, അദ്ദേഹം ഒരു സമൂഹമായിരുന്നു. അത്രത്തോളം സ്വഭാവ വൈശിഷ്ട്യങ്ങളുടെയും മനോഹരമായ പാണ്ഡിത്യത്തിൻ്റെയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരനായിട്ട് മാറുന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അത്രയും ചെറിയ പ്രായത്തിൽ 35-ാം വയസ്സിലാണ്, 37 പ്രായമുണ്ട്, ആ പ്രായത്തിലാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അള്ളാഹുവിലേക്ക് യാത്രയാവുന്നത്. അത്രയും ഒരു ചെറിയ കാലം കൊണ്ട് പ്രവാചകൻ്റെ പ്രിയപ്പെട്ട അനുചരനായി മാറുന്ന അവിടുത്തെ സയ്യിദുൽ ഉലമ എന്നാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത്. ഓരോരുത്തർക്കും സയ്യിദു ശുഹദ എന്ന് പറഞ്ഞുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ സീരീസിൽ തന്നെ നമ്മൾ നേരത്തെ ചെയ്തതാണ്. അത് ഓരോരുത്തർക്കും അങ്ങനെ ഓരോ വിശേഷണങ്ങളാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നത്. അങ്ങനെ സയ്യിദുൽ ഉലമ അന്ത്യനാളിൽ വരുമ്പോൾ ഈ ലോകത്ത് ഇന്നേ വരെ വന്ന എല്ലാ പണ്ഡിതന്മാരുടെയും നേതാവായിട്ട് നിലനിൽക്കുന്നത് അത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. അവരുടെ കൂടെ നാളെ ജന്നത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ മറ്റൊരു മനോഹരമായ കഥയുമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.